നാടിനോടും ജനങ്ങളോടും LDFിന് പറയാനുള്ള കാര്യങ്ങൾ അതീവ ശ്രദ്ധയോടെ നാട്ടുകാർ കേൾക്കുന്നു എന്നതാണ് ഇവിടെ കാണാൻ കഴിയുന്ന ഒരു അനുഭവം. പ്രധാനമായും നമ്മുടെ നാടിൻ്റെ, പ്രത്യേകിച്ച് നമ്മുടെ രാജ്യത്തിൻ്റെ ഭാഗമായുള്ള കുറേ കാര്യങ്ങളാണ് ഈ ജാഥയിലൂടെ നാടിന് മുന്നിൽ അവതരിപ്പിക്കാൻ ഞങ്ങൾ ശ്രമിക്കുന്നത്. നാടുണർത്തി വികസന മുന്നേറ്റത്തിന്റെ സന്ദേശം വിളംബരം ചെയ്ത് LDF ജാഥകൾ പ്രയാണം ആരംഭിച്ചു. CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം നയിക്കുന്ന തെക്കൻ മേഖലാ ജാഥ തൃശൂരിൽ നിന്നും, CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്റർ നയിക്കുന്ന വടക്കൻ മേഖലാ ജാഥ കാസർഗോഡ് മഞ്ചേശ്വരത്തു നിന്നും ആരംഭിച്ചു. കേരള കോൺഗ്രസ് ചെയർമാൻ ജോസ് കെ മാണി നയിക്കുന്ന ജാഥ പത്തനംതിട്ട ജില്ലയിലെ ആറന്മുളയിൽ നിന്നുമാണ് പര്യടനം ആരംഭിക്കുന്നത്. വികസനക്ഷേമ പ്രവർത്തനങ്ങളിൽ സമാനതകളില്ലാത്ത മാതൃകകൾ സൃഷ്ടിച്ചാണ് കേരളത്തിലെ LDF സർക്കാർ മുന്നേറുന്നത്. അതിദാരിദ്ര്യ നിർമ്മാർജ്ജനവും ക്ഷേമ പെൻഷൻ 2000 രൂപയായി വർദ്ധിപ്പിച്ചതുമടക്കം ജനക്ഷേമത്തിന്റെ പുതിയ മാതൃക തീർത്ത LDF സർക്കാർ കേരളത്തിന്റെ സമഗ്ര വികസനത്തിന് നിർണായകമായ ഇടപെടലുകളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ദേശീയപാത വികസനവും വിഴിഞ്ഞം തുറമുഖം ഉൾപ്പെടെ കേരളത്തിന്റെ മുഖച്ഛായ മാറ്റിയ വികസന പ്രവർത്തനങ്ങൾക്കാണ് കേരളം സാക്ഷ്യം വഹിക്കുന്നത്. കേരളത്തെ ലോകത്തിന്റെ മുമ്പിൽ അടയാളപ്പെടുത്തിയ LDF സർക്കാരിനെതിരെ വ്യാജ വാർത്തകൾ സൃഷ്ടിച്ച് അപവാദ പ്രചരണങ്ങൾ നടത്തുകയാണ് കേരളത്തിലെ പ്രതിപക്ഷവും ഒരു വിഭാഗം മാധ്യമങ്ങളും. കേരളത്തെ സമ്പൂർണ്ണമായി അവഗണിച്ചും സാമ്പത്തികമായ ഉപരോധം ഏർപ്പെടുത്തിയും സംസ്ഥാന സർക്കാരിനെ പ്രതിസന്ധിയിലാക്കാനാണ് BJP നയിക്കുന്ന കേന്ദ്ര സർക്കാർ ശ്രമിക്കുന്നത്. ഇതിന്റെ ഒടുവിലത്തെ ഉദാഹരണമാണ് കേന്ദ്ര ബഡ്ജറ്റ്. കേരളത്തിന്റെ അടിസ്ഥാന ആവശ്യങ്ങളെ സമ്പൂർണ്ണമായി തിരസ്കരിച്ച ബഡ്ജറ്റ് കേരളത്തെ ക്രൂരമായി അവഗണിക്കുകയാണ് ഉണ്ടായത്. ഫെഡറൽ തത്വങ്ങളെ നിരാകരിക്കുന്ന ബഡ്ജറ്റ് കേന്ദ്ര സർക്കാരിന്റെ പകപോക്കൽ രാഷ്ട്രീയത്തിന്റെ ഉദാഹരണമാണ്. ഈ നീക്കങ്ങളെ ജനങ്ങളെ അണിനിരത്തി പ്രതിരോധിക്കാനാണ് LDF തീരുമാനിച്ചിരിക്കുന്നത്. അതീവ നിർഭാഗ്യകരമായ സമീപനം നമ്മളോട് കേന്ദ്ര ഗവൺമെൻറ് സ്വീകരിക്കുന്നു എന്നതാണ് നമ്മുടെ അനുഭവത്തിലുള്ളത്. തികഞ്ഞ അവഗണനയ്ക്ക് സംസ്ഥാനം ഇരയാവുകയാണ്. സംസ്ഥാനത്തോട് കേന്ദ്രം കാണിക്കുന്ന അവഗണന നേരത്തെയും LDF ജനങ്ങളുടെ മുന്നിൽ കൃത്യമായി അവതരിപ്പിച്ചതാണ്. അതൊന്നുകൂടി ജനങ്ങളെ ഓർമ്മിപ്പിക്കലും ആ കാര്യങ്ങൾ ജനങ്ങളുടെ അടുത്ത് വിശദീകരിക്കലുമാണ് ഈ ജാഥയിൽ ഒരു ഭാഗം ഞങ്ങൾ ഉദ്ദേശിച്ചത്. ഞങ്ങൾ വിശദീകരിക്കുന്നതിന് മുൻപ് തന്നെ രാജ്യത്തെല്ലാവർക്കും മനസ്സിലാകുന്ന രീതിയിൽ, കേരളീയർക്ക് പ്രത്യേകിച്ചും കൃത്യമായി ബോധ്യമാകുന്ന രീതിയിൽ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ സമീപനം വന്നു കഴിഞ്ഞു. അതാണ് ഇത്തവണത്തെ കേന്ദ്ര ബജറ്റിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. ഇത്തവണത്തെ കേന്ദ്ര ബജറ്റ് എന്തെല്ലാമായാലും ചില്ലറ ആശ്വാസങ്ങളൊക്കെ ഉണ്ടാകും എന്ന് കേരളത്തിൽ പലരും കരുതിയിരുന്നു. കാരണം ഇതേവരെ കാണിച്ചുകൊണ്ടിരുന്ന അവഗണനയ്ക്ക് ഈ ബജറ്റിൽ ചെറിയ വ്യത്യാസം ഉണ്ടാവും എന്നാണ് ചിലരൊക്കെ പ്രതീക്ഷിച്ചിരുന്നത്. അതിന് അവരുടേതായ ന്യായങ്ങൾ അവർക്കുണ്ടായിരുന്നു. പക്ഷേ അവരെ അടക്കം നിരാശപ്പെടുത്തുന്ന ബജറ്റ് പ്രഖ്യാപനമാണ് വന്നത്. ഇതിൻ്റെ ഒരു പ്രത്യേകത നമ്മൾ കാണേണ്ടത്, ആ ബജറ്റിൽ കേരളത്തെക്കുറിച്ചുള്ള പരാമർശം തന്നെ ഇല്ലയെന്ന് പറയാം. നമ്മൾ ഈ രാജ്യത്തിൻ്റെ ഭാഗമായൊരു സംസ്ഥാനമാണല്ലോ.
നമ്മൾ ഏതെങ്കിലും മോശമായ കാര്യങ്ങൾ ചെയ്തവരാണ് എന്ന് ഇന്ത്യ ഗവൺമെന്റിനും അഭിപ്രായമില്ലാതെ ബജറ്റിന്റെ തലേ ദിവസം കേന്ദ്ര ധനകാര്യ വകുപ്പ് തന്നെ പാർലമെന്റിൽ അവതരിപ്പിച്ച എക്കണോമിക് സർവേ ഉണ്ട്. ആ എക്കണോമിക് സർവേയിൽ ധാരാളം പരാമർശിക്കപ്പെട്ട പേരാണ് കേരളം. വിവിധയിടങ്ങളിൽ എന്തിൻ്റെ പേരിൽ? നേട്ടങ്ങളുടെ പേരിൽ. ആ നേട്ടങ്ങൾ രാജ്യത്തെക്കുറിച്ച് പറയുമ്പോൾ കേരളത്തെക്കുറിച്ച് പ്രത്യേകം എടുത്തു പറയേണ്ടി വരുന്നു. പക്ഷേ അത്തരം നേട്ടങ്ങളെല്ലാം എക്കണോമിക് സർവേയിൽ പരാമർശിച്ചെങ്കിലും ബജറ്റിൽ കേരളം എന്ന പേരേ വരുന്നില്ല. നാം ഒരു ബദൽ മാർഗമാണ് നടപ്പാക്കുന്നത്. ആ ബദൽ മാർഗം ജനങ്ങൾക്ക് വേണ്ടിയുള്ളതാണ്, ജനങ്ങളെ കണ്ടുകൊണ്ടുള്ളതാണ്, ജനങ്ങളുടെ ഉന്നമനത്തിനാണ്. എന്നാൽ നവോദാരവൽക്കരണം എന്നത് ആ നയത്തിൻ്റെ ഭാഗമായി ജനങ്ങളെയല്ല കാണുന്നത്, ഏതാനും കോർപ്പറേറ്റുകളെയാണ്. ആ കോർപ്പറേറ്റുകൾക്ക് ആവശ്യമായ പിന്തുണയാണ് നൽകുന്നത്, ആവശ്യമായ സഹായമാണ് നൽകുന്നത്. ഇതാണ് രാജ്യത്ത് BJP ഗവൺമെൻറ് സ്വീകരിക്കുന്നത്. ആ നയത്തിൽ നിന്ന് വ്യത്യസ്തമായ നയം സ്വീകരിക്കുന്ന ഏത് സംസ്ഥാന ഗവൺമെൻറ് രാജ്യത്തുണ്ട്? നാം പരിശോധിക്കണം. കോൺഗ്രസിന്റെ നയം എന്താ? BJPയുടെ നയത്തിൽ നിന്ന് വ്യത്യസ്തമാണോ? ആരതാണ് നവോദാരവൽക്കരണ നയം? ആരാണ് ആദ്യം ആഗോളവൽക്കരണ നയം അംഗീകരിച്ചത്? അതിന്റെ ഭാഗമായി നവോദാരവൽക്കരണ നയം കൊണ്ടുവന്ന ആരാണ്? കോൺഗ്രസ് അല്ലേ? കോൺഗ്രസ് സ്വീകരിച്ച ആ നയം ഇപ്പോഴെങ്കിലും ബോധ്യമായോ അത് തെറ്റായിപ്പോയി എന്ന്? ഇപ്പോഴെങ്കിലും ജനങ്ങളോട് അത് തെറ്റായിപ്പോയി എന്ന് തുറന്നു പറയാൻ തയ്യാറാകുന്നുണ്ടോ? ഇപ്പോഴും അതേ നയത്തിലാണ്. അണുകിട വ്യതിയാനമില്ല, വ്യത്യാസമില്ല. നേരത്തെ നിന്നെടുത്ത് തന്നെ കോൺഗ്രസ് നിൽക്കുന്നു. എന്താ വ്യത്യാസം? BJPയും കോൺഗ്രസും തമ്മിൽ ഒരേ നയം. BJPയുടെ നയം, കോൺഗ്രസിന്റെ നയം ഒരേ നയം. കോൺഗ്രസിന്റെ നയം അതിതീവ്രമായി BJP ഇപ്പോ നടപ്പാക്കുന്നു. നയത്തെ എതിർക്കാൻ കോൺഗ്രസിന് കഴിയോ? ഇതല്ലേ നമ്മുടെ രാജ്യത്തിൻ്റെ അനുഭവം? നമ്മുടെ നാട് വേറിട്ട് നിൽക്കുന്നു, വ്യത്യസ്തമായി നിൽക്കുന്നു എന്ന് പറയുന്നത് വെറുതെ ഉള്ളൊരു കാര്യമല്ല. ഇതിൻ്റെ എല്ലാം അടിസ്ഥാനത്തിൽ വേറിട്ട് നിൽക്കുന്നത് തന്നെയാണ്. ബദൽ നയം നമ്മളിവിടെ നടപ്പാക്കുകയാണ്. കേരളത്തിൽ വികസനത്തിന്റെയും ക്ഷേമത്തിന്റെയും പുതിയ മാതൃകകൾ തീർത്ത LDF സർക്കാരിന് ഭരണ തുടർച്ചയുണ്ടാകേണ്ടത് കേരളത്തിന്റെ വളർച്ചയ്ക്കും പുരോഗതിക്കും അനിവാര്യമാണ്. നവകേരളത്തെ രൂപപ്പെടുത്താനുള്ള പ്രവർത്തനങ്ങൾക്ക് തുടർച്ച നൽകുന്ന ജനകീയ അംഗീകാരം കേരളത്തിന്റെ മുന്നേറ്റങ്ങൾക്ക് കരുത്തു പകരും. ഈ ജനകീയ മുന്നേറ്റത്തിന് കരുത്തു പകരുന്നതാണ് വികസന മുന്നേറ്റ ജാഥകൾ. ഐതിഹാസികമായ ഈ ചലക്കുകളിൽ നിന്ന് രാഷ്ട്രീയ കേരളത്തിന്റെ ദിഗ്വിജയത്തിന് വേണ്ടി ഒരു പടക്കുതിരയെ വീണ്ടും കെട്ടഴിച്ചു വിടുകയാണ്. LDFന്റെ കരുത്തനായ നേതാവ്, CPIMന്റെ പോളിറ്റ് ബ്യൂറോ അംഗം, നമ്മുടെ മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയനാണ് ഈ പടക്കുതിരകളെ കെട്ടഴിച്ചു വിടുന്നത്. നാം ചോദിക്കുന്നു, ആരൊരാളുണ്ട് ഈ കുതിരയെ കെട്ടുവാൻ?
ആരൊരാളുണ്ട് അതിൻ്റെ മാർഗം മുടക്കുവാൻ? കോൺഗ്രസോ BJPയോ ഒറ്റയ്ക്കൊറ്റയ്ക്കോ ഒരുമിച്ച് വന്നാലും നാം പ്രഖ്യാപിക്കുന്നു, ഈ കുതിരയെ പിടിച്ചുകെട്ടവർക്കാവുകയില്ല. ഇതിൻ്റെ മാർഗം മുടക്കാൻ ആരെക്കൊണ്ട് വരികയില്ല. ഈ കുതിരകൾ ലക്ഷ്യം കാണും. LDF വിജയം കൊയ്യും. മൂന്നാം ഊഴം ഉറപ്പാണ്. ജനങ്ങൾക്കത് ആവശ്യമുണ്ടെന്ന് നമുക്കറിയാം, ജനങ്ങൾക്കും അറിയാം. അത് പ്രഖ്യാപിക്കാൻ വേണ്ടിയാണ് സഖാക്കളെ നാം പുറപ്പെടുന്നത്. ഇവിടെ പിണറായി വിജയൻ നമ്മുടെ എല്ലാം മുമ്പിൽ ഉണ്ടാകേണ്ട രാഷ്ട്രീയ പരിഗണനകളെല്ലാം വിശദമായി പറഞ്ഞു കഴിഞ്ഞു. അതിൻ്റെ ആവർത്തനം ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഒരു കാര്യം നമുക്കെല്ലാവർക്കും ഉറപ്പായിട്ട് മനസ്സിലുണ്ടാകണം. ഈ സമരത്തിൽ നമ്മെ എതിർക്കുന്നത് കോൺഗ്രസും BJPയുമാണെന്ന് നാം പൊതുവിൽ പറയുന്നുണ്ട്. പക്ഷെ കേരളത്തിൽ കോൺഗ്രസും BJPയും രണ്ടല്ല, അവർ ഒന്നാണ്. രണ്ടായി ഭാവിക്കും അവർ. പക്ഷേ കാര്യം വരുമ്പോൾ രണ്ടല്ല, അവർ ഒന്നാണ്. 91 മുതലേ നമ്മൾ കണ്ട കാഴ്ചയാണത്. അന്നാണ് കേരളം വടകര ബേപ്പൂർ മോഡൽ കണ്ടത്. വടകരയിലും ബേപ്പൂരിലും വന്ന് കോൺഗ്രസിനും BJPക്കും സ്ഥാനാർത്ഥികൾ ഒരേ ആളുകളായിരുന്നു. അവർ പറഞ്ഞു ശത്രു ഒന്നാണ്, അത് LDF ആണ്. ആ LDFനെ പരാജയപ്പെടുത്തുവാൻ വേണ്ടി BJPയും കോൺഗ്രസും കൈകോർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു ഞങ്ങൾ ഒന്നാണ് എന്ന് പറഞ്ഞു. ഒന്നായി അവർ വന്നു. പക്ഷെ ജനങ്ങൾ വടകരയിലും ബേപ്പൂരിലും അവരെ പരാജയപ്പെടുത്തി വിട്ടു. പക്ഷേ കോൺഗ്രസും BJPയും പാഠം പഠിക്കുന്നില്ല. അവരപ്പോഴും ഇപ്പോഴും ഒന്നാണ്. അതേപ്പറ്റിയാണ് BJPയുടെ മുൻ സംസ്ഥാന അധ്യക്ഷനായിരുന്ന ശ്രീ KG മാരാർ എഴുതിയത് അദ്ദേഹത്തിൻ്റെ ആത്മകഥയിൽ. അദ്ദേഹം പറഞ്ഞു 40 മണ്ഡലങ്ങളിൽ കോൺഗ്രസും BJPയും കൂടി വോട്ടുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറാൻ തീരുമാനിച്ചിരുന്നു. പക്ഷേ മാരാർജി പരിഭവം പറയുകയാണ്, ഞങ്ങൾ BJPക്കാർ വാക്ക് പാലിച്ചു, പക്ഷേ കോൺഗ്രസ് വാക്ക് പാലിച്ചില്ല, അതുകൊണ്ട് ആ ശ്രമം പാളിപ്പോയി എന്ന്. ഇതാണ് കോൺഗ്രസ്, ഇതാണ് BJP. രണ്ടല്ല, അവർ ഒന്നാണ്. ഒന്നിച്ചു വരട്ടെ അവർ. പക്ഷേ നാം ഉറപ്പിച്ച് പ്രഖ്യാപിക്കുന്നു, എങ്ങനെയെല്ലാം BJPയും കോൺഗ്രസും പരിശ്രമിച്ചാലും ശരി, അവിശുദ്ധമായ ആ ബന്ധത്തെ പരാജയപ്പെടുത്താൻ ജനങ്ങൾ തീരുമാനിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് ഈ സർക്കാരിന്, ഈ LDFന് ഉറപ്പായിട്ടും ഉണ്ടാകും അതിൻ്റെ മൂന്നാമത്തെ ഊഴമെന്ന് അറിയിക്കാൻ വേണ്ടിയും പ്രഖ്യാപിക്കാൻ വേണ്ടിയുമാണ് നമ്മുടെ ഈ യാത്രയെന്നും പോരാട്ടമെന്നും നാം തിരിച്ചറിയുന്നുണ്ട്. ഈ പോരാട്ടം അതുകൊണ്ട് വിജയിക്കേണ്ട പോരാട്ടമാണ്. വിജയം വരെയും നമുക്കാർക്കും വിശ്രമത്തെപ്പറ്റി ചിന്തിക്കാൻ അവകാശമില്ല. നാം രാവും പകലും ഒരേ മനസ്സോടെ ഒരേ ഹൃദയത്തോടെ ഒന്നായി പോരാടും. നമ്മുടെ പോരാട്ടം നമുക്ക് വേണ്ടി മാത്രമല്ല, നാടിന് വേണ്ടി മാത്രമല്ല, ഭാവിക്ക് വേണ്ടിയാണ്, നമ്മുടെ മക്കൾക്ക് വേണ്ടിയാണ്. അതുകൊണ്ട് നമുക്ക് മുമ്പിൽ 2 വഴികളില്ല, ഒരു വഴിയേ ഉള്ളൂ. ആ വഴിയിൽ പറയുന്നു വിജയം, വിജയം. അതാണ് ലക്ഷ്യം നമ്മുടെ. ആ ലക്ഷ്യം നാം തീർച്ചയായിട്ടും നേടുക തന്നെ ചെയ്യും. സർക്കാരിന്റെ ഭരണനേട്ടങ്ങൾ ജനസമക്ഷം വിശദീകരിച്ചും പ്രതിപക്ഷത്തിന്റെ കള്ളപ്രചാര വേലകൾ തുറന്നുകാട്ടിയും കേന്ദ്ര അവഗണനയെക്കുറിച്ച് ജനങ്ങളോട് വിശദീകരിച്ചും പര്യടനം നടത്തുന്ന വികസന മുന്നേറ്റ ജാഥ കേരള ചരിത്രത്തിലെ ഉജ്ജ്വലമായ ജനകീയ മുന്നേറ്റമായി മാറുമെന്ന് ഉറപ്പാണ്. ഈ കേരളം കഴിഞ്ഞ 10 വർഷക്കാലമായി ഒരു വർഗീയ സംഘർഷവും വർഗീയ കലാപവും നടക്കാത്ത രാജ്യത്തിന് മാതൃകയായ ഒരു സംസ്ഥാനമായിട്ട് വേറിട്ട് നിൽക്കുകയാണ്. ഈ വേറിട്ട് നിൽക്കുന്ന കേരളത്തെ ഇനിയും അങ്ങോട്ട് മതനിരപേക്ഷതയ്ക്ക് വേണ്ടി ഈ രാജ്യത്തിൻ്റെ ജനാധിപത്യ ശക്തികളുടെ അതിശക്തമത്തായ മുന്നേറ്റം കുറിക്കാൻ വേണ്ടി ഫലപ്രദമായിട്ട് അതേ രീതിയിൽ മുന്നോട്ടേക്ക് നയിക്കും എന്ന പ്രഖ്യാപനമാണ് ഈ ജാഥയിലെ ഒന്നാമത്തെ കാര്യം. മതനിരപേക്ഷതയ്ക്ക് വേണ്ടിയുള്ള പോരാട്ടത്തിൽ ഇന്ത്യയിൽ ഇടതുപക്ഷമാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ചാമ്പ്യൻ. അതുകൊണ്ട് CPIM-ഉം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും ചേർന്ന് ഇന്ത്യയിലുടനീളം നടത്തുന്ന ഈ ശ്രമകരമായ ജോലിയോടൊപ്പം കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അതിശക്തമത്തായ രീതിയിൽ ഈ മുദ്രാവാക്യത്തിൻ്റെ പിന്നിൽ ജനങ്ങളെ അണിനിരത്തിക്കൊണ്ട് മുമ്പോട്ടേക്ക് പോകാൻ തന്നെയാണ് ഞങ്ങൾ ശ്രമിക്കുന്നത്. അതിന് നിങ്ങളുടെ പിന്തുണ വേണം എന്നാണ്
ഞങ്ങൾ ഉന്നയിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം.